സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് നേരെ എൻ്റെ വീഡിയോയിലേക്ക് പോകാം. കുറേ പേര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ അപ്സരയൊക്കെ 3ാമത് 2ാമതൊക്കെയാണ് ചേട്ടാ എന്തോന്ന് ഈ വോട്ട് ഇടുന്നത് ഇതൊക്കെ നിനക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റൊക്കെ വന്നായിരുന്നു. അതിലൊന്നും ഞാൻ മിണ്ടാനോ റിപ്ലൈ കൊടുക്കാനൊന്നും പോയിട്ടില്ല. അതേ അപ്ഡേറ്റ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം. ലൈവ് വോട്ടിംഗ് എൻഡിങ് അവസാനിച്ചിട്ടുണ്ട്. ഇനി ആർക്കും വോട്ടിടാൻ പറ്റില്ല. ഇന്നലെയാണ് ഇതിൻ്റെ എൻഡിങ് അവസാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അപ്ഡേറ്റാണ് ഞാൻ കൊടുക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ആര് നിൽക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വോട്ടിടുക. എന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ആരുടെ ഫാനാണെന്നുള്ള കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഇത്രയും സമയം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു വോട്ടിടുമ്പോൾ 3-4 വട്ടം ശ്രദ്ധിക്കണം. ആകാശേട്ടൻ പറഞ്ഞാൽ ശരിയല്ലേ, നമ്മളിപ്പോൾ ഒരാൾക്ക് വോട്ടിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്യണം. വെറുതെ ഇരുന്നിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റിൽ അത് തീർക്കാൻ കാര്യമുള്ളൂ. എല്ലാം എൻ്റെ ഇൻട്രോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഒന്നീന്ന് സ്റ്റാർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിത് കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കാനേ കാര്യമുള്ളൂ. പക്ഷേ ഞാനത് ചെയ്തില്ല. കാര്യം എന്തുകൊണ്ട്, ജനകീയമായും പ്രത്യക്ഷമായും നല്ല രീതിയിൽ നടക്കുന്ന ഒരു വെള്ളക്കൊടി മാത്രം കാണിക്കുന്ന ഒരു ചാനലാണ് എൻ്റേത്. സോ ഗൈസ്, നമുക്കങ്ങനെ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ കണ്ടസ്റ്റൻ്റ് അടുത്തേക്ക് പോകാം. കണ്ടസ്റ്റൻ്റ് അടുത്തേക്ക് പോകും മുന്നേ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വോട്ടിടാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വോട്ടിട്ട എല്ലാം കറക്റ്റ് അപ്ഡേറ്റാണ്. ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല. ഒന്നും മാറ്റിയില്ല. കറക്റ്റ് അപ്ഡേറ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളമോ പാലോ ഒന്നും ചേർത്തിട്ടില്ല. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരുടെയൊക്കെ പിൻഗാമിയാണെന്ന്, ആരുടെ നിന്നൊക്കെ ക്യാഷ് മേടിച്ചിട്ടുണ്ടെന്ന്. ഞാൻ എപ്പോഴും അവർ റിപ്ലൈ കൊടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടില്ല ആരും. തരുമെങ്കിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ തരാം, നിങ്ങൾ അയച്ചാടേ. തന്നതുമില്ല, ചുമ്മാ തന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ബ്ലഡി ഫൂൾസ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി, AR ആകാശ് എന്നാണ്. അതിൽ മെസ്സേജ് ഇടുക. എന്നിട്ട് പറ ചേട്ടാ ഇന്നൊരു എമൗണ്ട് ഉണ്ട്, ഇയാളെ പൊക്കി പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. നിങ്ങൾ പൈസയും തരില്ല, പിന്നെ ചുമ്മാ ഇരുന്നിട്ട് തന്നേ എന്ന് പറഞ്ഞാൽ ചുമ്മാ തള്ളല്ലേ കളിയാ. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ആരുടെയും പൈസയോ കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഇത് ലൈവ് അപ്ഡേറ്റിംഗ് കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരാളെ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം എൻ്റെ പ്രേക്ഷകരെയാണ് ഞാൻ വഞ്ചിക്കുന്നത്, പറ്റിക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്യില്ല. സോ ഗൈസ്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക്. കാര്യം പാരമ്പര്യമായിട്ട് നമുക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിന് അതൊന്നും പറയണ്ട. സോ ഗൈസ്, നമുക്ക് നേരെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. കൂടാതെ തന്നെ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്നുകൊണ്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ ക്യാപ്റ്റനായിട്ട് സിജോയാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ചെറിയൊരു എന്താ പറയുക, അത് നമുക്ക് വഴിയെ സംസാരിക്കാം. സിജോ വരുമ്പോൾ അതിൽ കൂടെ സംസാരിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടതെന്ന് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ ആര് വിന്നറാവണമെന്ന് കമൻറ്റ് ചെയ്യണം. ടോപ്പ് 5 ആരൊക്കെ വരുമെന്നും കൂടെ കമൻറ്റ് ചെയ്യണം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് പറഞ്ഞ് തീർപ്പിക്കുന്നുണ്ട്. നമുക്ക് നേരെ ബിഗ് ബോസിൻ്റെ ലൈവ് വോട്ടിംഗ് എൻഡ് അപ്ഡേറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ചിലവരൊക്കെ 10, 12, 20 ലക്ഷം എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഓരോരുത്തർക്ക് വോട്ട്. ചിന്തിക്കടാ, കോമൺ ആയിട്ട് ചിന്തിക്കും. ഒരാൾക്ക് കിട്ടുന്നത് ഡെയിലി ഒരു വോട്ടാണ്. ഈ ഒരു വോട്ടിൽ എങ്ങനെയെന്നാണ് ഈ 10-20 ലക്ഷമൊക്കെ പോകുന്നത്? മുമ്പൊക്കെ ആണെങ്കിൽ ഓക്കെ, കഴിഞ്ഞ വർഷമെങ്കിൽ ഓക്കെ 50 വോട്ട് വരെ ഒരാൾക്ക് ഇടാം. ഇത് 50 വോട്ട് പോലും പോകില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു വോട്ട്, മാക്സിമം അല്ല, എപ്പോഴും ഒരാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ. 50 വോട്ടേക്ക് ഓക്കെ ഞാൻ പറഞ്ഞ് തീർപ്പിക്കുന്നത്. നമുക്ക് നേരെ ആദ്യം പോകുന്നത് വേറെ ആരുമല്ല, നിങ്ങളെല്ലാവരും പറഞ്ഞ് ഞാനും പറയുന്നു, 2ാം സ്ഥാനം 9 ലക്ഷം ജാസ്മിനാണ്. എല്ലാവരും ചോദിക്കുന്നത് വെച്ചാൽ ഇതെങ്ങനെ ജാസ്മിൻ 9 ലക്ഷമാവും, എന്തെങ്കിലും ബോട്ടോ കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഇത് ജെന്യൂൻ വോട്ടാണ്. ജെന്യൂനാണ്. കാര്യം നിങ്ങളെന്നെ ചിന്തിച്ച് നോക്ക്. ഈ 1ാം ദിവസം തൊട്ട് ഇപ്പോൾ 75 ദിവസമായിട്ടും അവിടെ എത്ര കണ്ടൻറ്റ് കൊടുത്തതിൽ ഏറ്റവും കണ്ടൻറ്റ് കിങ്, അല്ലെങ്കിൽ ഏറ്റവും കണ്ടൻറ്റ് ക്യൂൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പുള്ളിക്കാരിയാണ്. എല്ലാം ഉണ്ട്. ഡ്രാമ, സെൻറ്റിമെൻറ്റ്, ബ്രേക്കപ്പ്, എല്ലാം ജാസ്മിൻ എന്ന ഒരു വ്യക്തി ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം പുള്ളിക്കാരി ഇന്നലെ തന്നെ നിങ്ങളൊരു ഗെയിം തന്നെ നിങ്ങൾ മനസ്സിലായ, ഇന്നലെ പുള്ളിക്കാരി എന്ത് മറ്റേ ഇങ്ങനെ ജിൻഡോ എടുത്താണ് പറഞ്ഞത്. ജിൻഡോ ഇങ്ങനെ പറഞ്ഞാൽ ജിൻഡോ ലാലേട്ടൻ എന്നൊരു വലിയ മഹാൻ നിന്നപ്പോൾ തന്നെ ജിൻഡോ മുടി ഇങ്ങനെ എടുത്തിട്ട് ഊതിക്കളയുക. അതിപ്പോൾ ആലോചിച്ച് നോക്കുക, എത്രത്തോളം റെസ്പെക്റ്റാണ് കൊടുക്കണമെന്ന് ലാലേട്ടന് ജിൻഡോ. അപ്പോൾ തന്നെ ജാസ്മിൻ പറഞ്ഞു കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് ജിൻഡോ അടുത്ത് പറഞ്ഞേക്കുന്നുണ്ട്, ക്ഷമയാണ്. ഇല്ലെങ്കിൽ നമുക്കതൊരു വ്യക്തി വൈരാഗ്യമായിട്ട് ജാസ്മിനെ കൊണ്ട് നടക്കാം. ജാസ്മിൻ ഒരിക്കലും വ്യക്തി വൈരാഗ്യം കൊണ്ട് നടക്കാറില്ല. എന്തുണ്ടെങ്കിലും സ്പോട്ടിൽ പറയാതെ സ്പോട്ടിലും കളയുകയും ചെയ്യും. 2-3 ആഴ്ചയായിട്ട് ജാസ്മിൻ ജിൻഡോ എന്ന വ്യക്തിയായിട്ട് അടിയുണ്ടാക്കാൻ തൊട്ടാണ് ജിൻഡോയ്ക്ക് കണ്ടൻറ്റ് കുറവെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷേ ജാസ്മിൻ അല്ലാതെ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ബാക്കി എല്ലാവരുമായിട്ട് ഫൈറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് തന്നെ നമ്മളാ പുള്ളിക്കാരുണ്ടല്ലോ അൻസിബ പറയാണ് ജാസ്മിൻ ആ ക്യാപ്റ്റൻസി വിട്ട് കൊടുത്തത് ഒരു വെള്ളക്കൊടിയാണെന്ന്. എങ്കിൽ ജാസ്മിൻ ഇന്നലെ വേണമെങ്കിൽ പറയാൻ അൻസിബ ഒരു എവിക്ഷൻ എന്ന് വെച്ചാൽ ഈ വോട്ടിംഗ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നോറ എടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും നിന്നില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ അൻസിബ അവിടെ വെള്ളക്കൊടിയല്ല കാണിച്ചത്. അപ്പോൾ അൻസിബ കാണിക്കുമ്പോൾ നല്ലത്, എന്നാൽ ജാസ്മിൻ കാണിക്കുമ്പോൾ നല്ലതല്ല എന്നല്ല അൻസിബ പറയണത്. യാതൊരു തരത്തിലുള്ള ഒരു ഇതില്ലാതെയൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
റിസർവ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനാണ്. പുള്ളിക്കാരിക്ക് എന്താ പറയുക ഫാമിലി പ്രോബ്ലം ഒരുപാടുണ്ടായിരുന്നിട്ടും പിന്നെ എന്താ പറയുക ഗബ്രീയുടെ പ്രോബ്ലമൊക്കെ അഭിഷേക് എടുത്തിടുകയാണ് പിന്നീടും. ഈ പൊയ്യ ആളെ എടുത്തിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചീപ്പ് ഗെയിമാണ്. ഞാനിപ്പോഴും പറയുന്ന ഒരു ചീപ്പ് ഗെയിമാണ്. കാര്യം ഈ പോയ ആൾ ഇപ്പം ഞാൻ കാരണമാണല്ലോ അവൻ പോയി എന്ന് ജാസ്മിന് തോന്നും. ജാസ്മിൻ ഡിപ്രഷനാവും, ജാസ്മിൻ ഡൗൺ ആവും എന്ന് കരുതിയായിരിക്കും ഇൻജെക്റ്റ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ അത് വർക്കായില്ല എന്ന് തന്നെ വേണം പറയാൻ. ജാസ്മിൻ എന്നൊരു വ്യക്തി ഒരു പടയോട്ടം തന്നെയാണ് നടത്തുന്നത്, ഒറ്റയ്ക്ക് നിന്നുകൊണ്ടുള്ള ഒരു പടയോട്ടം. അത് നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇന്നലെ അഭിഷേക് കാണിച്ചതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു ചീപ്പ് ഗെയിമായിട്ടാണ് തോന്നി. കാര്യം ഈ ആളെ കുറിച്ചൊക്കെ എടുത്തിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, അഭിഷേക് 30 ദിവസത്തോളം പുറത്ത് നിന്ന് കളി കണ്ട് ജാസ്മിനെ ജാസ്മിൻ മാത്രമല്ല എവിടെ ഉള്ളവരെയൊക്കെ എവിടെയൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീഴും എന്ന് അഭിഷേകിന് അറിയാം. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് പറയുന്നത് അയ്യോ ഞാൻ ജാസ്മിൻ അടുത്ത് മിണ്ടില്ല, എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല. എൻ്റെ അഭിഷേക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഗെയിം കളിച്ചേ പറ്റും. അവിടെ ഉള്ള എല്ലായിടത്തും മിണ്ടിയേ പറ്റും. ഇത് ഒരാളത്ത് മിണ്ടാൻ പറ്റില്ല. എന്നിട്ട് ജാസ്മിൻ അയാളുടെ അടുത്ത് വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാമൊന്നുമില്ല. ജാസ്മിൻ എപ്പോഴും കൂളായിട്ട് എന്നിട്ട് ഓക്കെ ശരി ചെറിയൊരു പുഞ്ചിരിയോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചെറിയൊരു പുഞ്ചിരി. പിന്നെ ഇന്നലത്തെ ഒരു ടാസ്കിലെല്ലാം പറഞ്ഞ് ടോപ്പ് 5 വരാൻ ജാസ്മിൻ അർഹതയില്ല. സായി പറഞ്ഞ്, ജിൻഡോ പറഞ്ഞ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോപ്പ് 5ൻ്റെ അകത്ത് വരാവുന്ന ഒരേ ഒരു വ്യക്തി ജാസ്മിനാണ്. ഇത്രയും കണ്ടൻറ്റ് കൊടുത്ത ഒരാൾ ടോപ്പ് 5 വരണം, അതിന് മുന്നേ പുറത്താകരുത് എന്നാണ് എനിക്ക് പറയുള്ളത്. അപ്പം ജാസ്മിൻ ഫാൻസ് എല്ലാവരും വരിക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ജാസ്മിൻ ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് കൊണ്ടെത്തിക്കുക. പക്ഷേ ഇനി പറ്റില്ല. ഈ വീക്കിലെ വോട്ടിംഗ് എൻഡ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത പ്രാവശ്യം ജാസ്മിൻ വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രയത്നിച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന കണ്ടൻറ്റ് ക്യൂവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം. ഞാനിപ്പോഴും പറഞ്ഞ് ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ ഗൈസ്, ഞാൻ എല്ലാവരും ഓക്കെ പറയുള്ളൂ, അല്ല അതിൻ്റെ അകത്ത് കറക്റ്റ് പോയിൻ്റ് പറയുള്ളൂ. ഇന്നലെ 5ാം സ്ഥാനമാണ് ഋഷി, 6,77,890 വോട്ടാണ്. ഋഷി ഇന്നലെ പറയാണ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ലാലേട്ട അങ്ങനെ ആരുമില്ല. ഓക്കെ ലാലേട്ട എന്ന് പറഞ്ഞിട്ടില്ല. ഉടനെ ജാസ്മിൻ എണീച്ച് പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞ് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് ജാസ്മിൻ പറയാണ് ഫേക്ക് ഫ്രണ്ടായിട്ട് തോന്നിയത് അൻസിബയാണ്. അപ്പോൾ ആ കോൺവെർസേഷൻ അവിടെ കഴിഞ്ഞ് മുടിയന് പറയാൻ ആരുമില്ല എന്ന് മുടിയൻ തന്നെ പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് എണീച്ചിട്ട് പറയണേ അതല്ല ലാലേട്ട ഞാൻ പറയാൻ പോകണം. ലാലേട്ട പറഞ്ഞ് വെയിറ്റ്, നേരത്തെ എന്തോ പറഞ്ഞില്ല. അതല്ല ലാലേട്ട എനിക്ക് പറയാനുണ്ട്. മോനെ കഴിഞ്ഞത് കഴിഞ്ഞ്, നീ പിന്നെ അതേ പിടിച്ച് തൂങ്ങാതോടെ ഇരി എന്ന് പറഞ്ഞ് ഋഷി എന്ന വ്യക്തിയെ ഉറക്കിയിട്ടുണ്ട്. ഈ ടിക്കറ്റ് ഫിനാലിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയ വ്യക്തി ഋഷിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് നല്ല കാര്യമാണെന്ന്. ഇപ്പം പോയത് അപ്സരയാണ്. അപ്സരയൊക്കെ നിൽക്കാനുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്സര എനിക്കാണ് മുടിയനെക്കാട്ടിയും ഗെയിം കളിക്കുന്ന അപ്സരയാണ്. പക്ഷേ അറിയില്ല, കാര്യം ജനങ്ങൾ വോട്ടിട്ടത് മുടിയനായിരുന്നു. മുടിയൻ അതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ അകത്തൊന്നും ചെയ്യുന്നതൊന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നതൊന്നുമില്ല. ഗെയിം ഒരു ദിവസം തൊട്ട് 73 ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എത്ര ഗെയിമിലാണ് മുടിയൻ ജയിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ക്യാപ്റ്റൻസി ആകുമ്പോൾ തന്നെ അതിലൊന്നും റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലേക്കാണ് സംസാരിച്ചത്. ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ. ഇന്നലെ ലാലേട്ടൻ്റെ വലിയ റെസ്പെക്റ്റ് ഇല്ലാതാണ് സംസാരിച്ചത്. എന്ന് പറഞ്ഞ് മുടിയൻ വോട്ട് കുറയ്ക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഇപ്പം മുടി അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയന് 7 വർഷമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ഉപ്പും മുളകും. അപ്പം ഈ 7 വർഷമായിട്ട് നിങ്ങൾ കാണുന്ന മുടിയനാണ് അതിൻ്റെ അകത്തെ മുടിയൻ. അപ്പോൾ മുടിയൻ പറയണ മുടിയന് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര വാല്യൂ ആണ്, അങ്ങനെയാണ് പവിഴാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ചിലതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും അവരവിടെ വന്നിരിക്കണതിനാണ് ടോപ്പ് 5 ഒരാളെ കപ്പെടുക്കണം. അത് തന്നെ ഇപ്പം മുടിയൻ പറയണം എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവസാനമാകുമ്പം കാര്യത്തോടെടുക്കുമ്പോൾ എപ്പോഴും മാങ്ങയ്ക്ക് മനസ്സിലായില്ലേ, മാങ്ങയുടെ അടുത്തോട്ടെടുക്കുമ്പം കയ്പ്പ് അത് തന്നെ പറഞ്ഞ പോലെയാണ്. സുഖേഷ് ഞാൻ ഇപ്പോഴും പറയുന്നു, മുടിയൻ നല്ലൊരു ഗെയിമറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഗെയിമിംഗ് ഒന്നുമില്ല, ഓൾമോസ്റ്റ് ഒരു കുഞ്ഞ് ഗെയിമർ അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് നല്ലൊരു ഗെയിമോ നല്ലൊരു കണ്ടൻറ്റോ നല്ലൊരു ഡാൻസോ അങ്ങനത്തെ യാതൊന്നും ഈ 73 ദിവസമായിട്ട് മുടിയൻ പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഈ 73 ദിവസമായിട്ട് മുടിയൻ്റെ ഒരു നല്ലൊരു കണ്ടൻറ്റ് പറ. ആകെ മുടിയൻ എടുത്തു പറയാനുള്ള കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗമോ ദേവി. ലാലേട്ടൻ പറഞ്ഞത് മോനെ ഇതാണ് അതിൻ്റെ സുഗമോ ദേവി, അതിൽ ലാലേട്ടൻ ചിരിച്ചൊരു കണ്ടൻറ്റ്. അല്ലാതെ മുടിയൻ്റെ ഒരു നല്ലൊരു കണ്ടൻറ്റോ നല്ലൊരു ഡാൻസോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നേ വരെ. സോ യെസ്, നിങ്ങൾക്ക് എന്തായാലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. പക്ഷേ മുടിയനൊരു എന്താ പറയുക, മുടിയന് മുന്നോട്ട് വരാൻ പറ്റുമെന്നാണ് ഒരുപാട് പേര് പറയുന്നത്. 73 ദിവസമായിട്ട് മുന്നോട്ട് വരാത്ത പുള്ളിക്കാരെ ഇനി 30 ദിവസത്തിനുള്ളിൽ എന്തോന്ന് കാണിക്കാനാണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്തായാലും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി വോട്ടിടാൻ സമയമില്ല. മുടിയൻ സേഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സേഫാണ്. കണ്ടു തന്നെ അറിയാം. ഇന്ന് എവിക്ഷനുണ്ട്, പോമോ ഇല്ലേ എന്ന് തന്നെ നമുക്കറിയാം. സോ ഗേസ്, നമുക്കപ്പോൾ മുടിയൻ എല്ലാവരും വോട്ടിടുക. വോട്ടിടാൻ പറ്റില്ല, വോട്ടിംഗ് എൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അടുത്ത പ്രാവശ്യം വരുവാണെങ്കിൽ വോട്ട് ഇടുക, അല്ലെങ്കിൽ ഈ ആഴ്ച പോവുകയാണെങ്കിൽ ടാറ്റ കൊടുത്ത് വിടുക. പക്ഷേ അങ്ങനെ പോകാൻ പറ്റും തോന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ടിക്കറ്റ് ഫിനാലെ അവൻ്റെ കയ്യിലിരിക്കുക, മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ അഥവാ മുടി എവിക്റ്റഡ് ആയാൽ പോലും എനിക്കൊണ്ട് എന്തെങ്കിലും മറ്റേ സീക്രട്ട് റൂം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് എല്ലാം കൊണ്ട് പിടിച്ചിരുത്തിയിട്ട് കുറേ നേരം ഇരുത്തിയിട്ട് വിടും. അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. മുടിയനെ അങ്ങനെ പുറത്താക്കാനുള്ള ചാൻസ് ഇല്ല. കാര്യം ടിക്കറ്റ് ഫിനാലെ കയ്യിരിക്കുന്നതുകൊണ്ട് തന്നെ പുറത്ത് വിടില്ല. കാര്യം നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും സീക്രട്ട് റൂമിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടില്ല. എല്ലാ വർഷവും ഒരാളെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഒരാളെ മിക്കവാറും കൊണ്ടുപോകും. അതിൻ്റെ സമയമായിട്ടുണ്ട്. ഒരാഴ്ച അതിൻ്റെ അകത്ത് കൊണ്ടിരുത്തിയതിന് ശേഷം പുറത്ത് വിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് നിന്ന് പൂർവ്വാധികം ശക്തിയോടെ വരേണ്ടതാണ്. അതെനിക്ക് അറിഞ്ഞൂടെ, ചിലപ്പോൾ മുടിയനായിരിക്കാം. മുടിയനൊന്നും കൊണ്ടിരുത്തിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. മുടിയനല്ല, അതിൻ്റെ അകത്ത് ആരെ കൊണ്ടിരുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് ആരും ഗെയിമും കളിക്കില്ലൊന്നുമില്ല. പിന്നെ അതിൻ്റെ അകത്ത് പിടിച്ചിരുത്തിയിട്ടും കാര്യമില്ല. മഴ പെയ്ത പോലെയാണ് വല്ലപ്പോഴൊക്കെ ഏതെങ്കിലും കണ്ടൻറ്റ് കിട്ടണം. ആ കണ്ടൻറ്റ് ആണെങ്കിൽ എല്ലാവരും കൂടെ കരഞ്ഞ് മെഴുകി ചീത്തയും വിളിച്ച് ഒന്നും കേൾക്കാതാവും. സോ ഗേസ്, നെക്സ്റ്റ് നമുക്ക് അർജുൻ്റെ അടുത്തേക്ക് പോകുക. 4-ാം സ്ഥാനമാണ്. 6,89,756 വോട്ടാണ്. ഇന്നലത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നലെ അർജുൻ ക്യാപ്റ്റൻ ആവുള്ളതാണ്, പക്ഷേ കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോഴും ആ ശ്രീജൻ കോംബോ വർക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. കാര്യം അർജുൻ ഡൗൺ ആകുമ്പം ശ്രീത് പോകുന്നുണ്ട്. ഇന്നലെ നന്ദനെ എടുത്ത് പൊക്കുന്നൊരു ചുമ്മാ അവർ ഫണ്ണായിട്ടിരിക്കുമ്പോൾ ഗെയിം പോലെ കളിക്കില്ല. അപ്പോഴത്തേക്ക് ശ്രീത് പറയണം വേണ്ട, തപ്പ്. കാര്യം ഒരു പൊസസീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ഒരു ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കൊള്ളാം. എങ്കിൽ ഇവിടെ എല്ലാം താളമേളം പാട്ടും കൂട്ടും നാടിനാഘോഷം എന്നൊക്കെ ബീജം വിട്ട് ശ്രീജൻ ഫാമിലി ആഘോഷിച്ചേനെ. ഇത് ഇവരൊന്നും പറയണില്ല, പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ എല്ലാവരും 100 വട്ടം പറയണം അവർ കൊള്ളാം, അവരെ കോമ്പോ അടിപൊളി. പക്ഷേ നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിയാലിറ്റി ഷോയാണ്. 100 ദിവസം കഴിയുമ്പോൾ അവരൊക്കെ അങ്ങ് പിരിഞ്ഞു പോകും. ആകെ ഒന്നിച്ച് ഒരു വ്യക്തി ശ്രീനിഷ് പേളി. പക്ഷേ അവരത് പ്രണയമാണെന്ന് പറഞ്ഞിട്ടും ജനങ്ങളാണ് പ്രണയമല്ല എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് കളഞ്ഞത്. പക്ഷേ അവർ കെട്ടി 2 പിള്ളേരുമായി ഇപ്പോൾ യൂട്യൂബിൽ തരംഗം. സോ ഗയ്സ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് വെച്ചാൽ അർജുൻ ശ്രീത് കോംബോ അത് ഒന്നിച്ച് കഴിഞ്ഞാൽ കൊള്ളായിരിക്കാം. പിന്നെ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് തന്നെ തോന്നൂടാ, വേണോ വേണ്ടേ, അവർ എല്ലാം അവരവരെ ഇഷ്ടം. പിന്നെ നമ്മൾ പറയുമ്പോൾ നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സീരിയൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, ഇപ്പം ശ്രീതുവും പിന്നെ മറ്റേ പുള്ളിക്കാരുണ്ടല്ലോ അമ്മയുടെ സീരിയൽ നായകി, ഇവർ രണ്ടും നല്ല പേര്, നല്ല കെട്ടിയാൽ കൊള്ളാം. അവർ 4 വർഷത്തോളമായിട്ട് അവർ കിട്ടിയിട്ടില്ല. സീരിയലിൻ്റെ ഒരു ഭാഗമായിട്ട് പോയി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീലും ഷോർട്സൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അതുപോലെയാണ് 100 ദിവസം കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നുന്നു പിന്നെ കുഴപ്പമില്ല പോട്ട്, അങ്ങനെ പോകുള്ളൂ. പക്ഷേ ഇവർക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഇവർ കെട്ടട്ടെ. അർജുൻ്റെ അമ്മ വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷേ ശ്രീധുവിൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരു സംശയമില്ല. സോ ഗയ്സ്, നമുക്ക് അർജുൻ്റെ ഒരു കണ്ടൻറ്റ് എടുക്കുകയാണെങ്കിൽ അർജുൻ യാതൊരു തരത്തിലുള്ള കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെച്ച് എന്താ പറയുക, സർക്കാർ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന പോലെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ ഫുൾ ടൈം ഈ ശ്രീധു ഉള്ളതുകൊണ്ട് സംസാരിച്ച് കണ്ടൻറ്റ് പുറത്ത് പോകുന്നു, റീലും കാര്യങ്ങളും. അല്ലാതെ ഒരു ഫൈറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് ചില ഫിസിക്കൽ ഗെയിമൊക്കെ അർജുൻ നല്ലപോലെ കളിക്കുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ അർജുൻ മുന്നോട്ട് വരണം എന്നാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അർജുൻ ടോപ്പ് 5-ൻ്റെ അകത്ത് വരേണ്ട ഒരു വ്യക്തിയാണ്. കാര്യം ഒന്നാമത്തെ ദിവസം തൊട്ടേ ഉണ്ട്. പിന്നെ ഈ എന്താ പറയുക, മറ്റേ പവർ റൂമൊക്കെ ഉള്ളതുകൊണ്ട് പകുതി പേര് അതിൻ്റെ അകത്തൊക്കെ സേഫായിട്ട് കളിച്ച് പോയി രക്ഷപ്പെട്ട്. കൂടാതെ അർജുൻ്റെ നല്ലൊരു ഗെയിമോ കാര്യങ്ങളോ വിരലിലെണ്ണാവുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും അർജുൻ ഇന്നേ വരെ അതിന് വേണ്ടി കൊടുത്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചാപരമായതോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വലിയ ചർച്ചയാവുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കണ്ടൻറ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ അകത്തുള്ള ആവശ്യത്തിന് കുറച്ച് കണ്ടൻറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഗെയിമും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നല്ലപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ മോഡലിങ് കാര്യങ്ങളൊക്കെയാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊടുത്തില്ലെങ്കിൽ പോലും ജനങ്ങൾ അപ്പോഴപ്പോൾ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് തന്നെ എനിക്കറിയാം. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ യാതൊരു തരത്തിലുള്ള ഒരു സംസാരമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ലാസ്റ്റ് ടിക്കറ്റ് ഫിനാലെ എനിക്ക് വേണം, ഞാൻ ടോപ്പ് 5-ൽ കാണില്ല, എന്നെ ജനങ്ങളെ ഏറ്റെടുക്കില്ല, എന്നെ വിടും എന്ന് അർജുന് തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. കാര്യം തൻ്റെ വിശ്വാസത്തിൽ തനിക്ക് തന്നെ വിശ്വാസമില്ല. താൻ ടോപ്പ് 5-ൽ ഉണ്ടാകും എന്ന് തനിക്ക് തന്നെ വിശ്വാസമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ പുള്ളിക്കാരന് തന്നെ തോന്നിക്കാണും എനിക്ക് പുറത്ത് സപ്പോർട്ട് കുറവായിരിക്കും എന്ന്. അറിഞ്ഞൂടാ, എന്തായാലും നിങ്ങൾ വോട്ട് ചെയ്യുക നെക്സ്റ്റ്. സോ ഗൈസ്, 7-ാം സ്ഥാനത്താണ്. 6,47,247 വോട്ടാണ് ഔട്ടായത്. 7-ാം സ്ഥാനം കഴിഞ്ഞിട്ട് ഇനിയും ഒരു സ്ഥാനം കൂടെ ഉണ്ട്, 8-ാം സ്ഥാനം. അത് നമ്മൾ നേരെ വഴിയെ മനസ്സിലാക്കാം. ഞാൻ ഈ വോട്ടിട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സാന്ത്വനം ടീമിലുള്ള എല്ലാവരും മിക്കയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. അവർ ആരൊക്കെ ഒരാളൊക്കെ എൻ്റെ വീഡിയോ എടുത്ത് എന്താ പറയുക സ്റ്റോറി ആക്കിയിട്ട് മെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു സാന്ത്വനം ടീമിലുള്ള ഒരുപാട് പേര്. അപ്പോൾ ഇവരൊക്കെ സ്റ്റോറി ഇട്ടിട്ട് പോലും അപ്സര എന്ന വ്യക്തിയെ നിങ്ങൾക്ക് ആർക്കും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് ഔട്ടായത്. അപ്സരയ്ക്ക് തന്നെ എന്താ പറയുക, അയ്യോ ഞാൻ പുറത്തായോ എന്നൊരു ചോദ്യം തന്നെ ഉണ്ട്. കാര്യം അപ്സര അതിൻ്റെ അകത്ത് ഡിസർവിങ് ആണ്. കാര്യം ടോപ്പ് 5-ൽ വരേണ്ട ഒരു വ്യക്തിയാണ്. കാര്യം ഒരുപാട് കണ്ടൻറ്റും പിന്നെ ഒരുപാട് ഫൈറ്റും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടെ, ചിലപ്പം ഈ പുറത്ത് ഈ വിഷയം നടന്നുകൊണ്ടായിരിക്കാം, അറിയില്ല.
ഇപ്പോൾ ചിലപ്പോൾ പുറത്ത് ഈ ഒരു വലിയ വിഷയം ഉണ്ടായിട്ടുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്സരയുടെ ഭർത്താവ് കഴിഞ്ഞ വീക്കിൽ ചെന്ന് പറയാണ് എല്ലാ ഗ്രൂപ്പിലും ചെന്ന് അയാൾക്ക് എഴുതിയിടുന്നു അപ്സരയെ വിറ്റിട്, അപ്സരയെ വിറ്റിടുന്ന്. അപ്പം നമ്മൾ തന്നെ വിചാരിച്ചു അയ്യോ അപ്സര ഔട്ടായി, നമ്മൾ ഓടിട്ടല്ലേ എന്ന് നമുക്കൊരു അയ്യോ അങ്ങനെ ആയണോ അയ്യോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരെ അവസാനം നമ്മൾ പറ്റിച്ചേ. അങ്ങനെ പറഞ്ഞപ്പം ചില പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കാണില്ല, ഇവ എന്തിനും നമ്മളെ പറ്റിക്ക് നടക്കണം എന്നൊക്കെ ചോദിച്ച് പുള്ളിക്കാർക്ക് വോട്ടിടാതായിരിക്കാം. പിന്നെ അതേപോലെ തന്നെയാണ് ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട് പുറത്ത്. അഖിൽമാരാറും അതുപോലെ തന്നെയാണ് ഈ പുള്ളിക്കാരൻ്റെ ഭർത്താവും തമ്മിലൊരു കോൾ കോൺവെർസേഷൻ. അതിപ്പോൾ ആ കോൾ കോൺവെർസേഷൻ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് യൂസ് ഹെഡ്ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കുക. ഹെഡ്ഫോൺ വെക്കാതെ കേൾക്കല്, കാര്യം അമ്മമാർ തെറിയാണ്. അഖിൽമാരാർ അടത്തടത്ത് വെച്ച് കൊടുക്കുന്നത് നിനക്കറിയാടാ എന്നൊക്കെ. പക്ഷേ അഖിൽമാരാർക്ക് വേണമെങ്കിൽ ആ വോയിസിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. അവസാനവും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോയിസിലല്ല, അല്ലാതെ അഖിൽമാർ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്സര എന്നൊരു വ്യക്തിയുടെ ഗെയിമോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ അപ്സര പുറത്താവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അപ്സര ഭർത്താവാണ് എന്നാണ് അഖിൽമാർ പറഞ്ഞത്. എന്നിട്ട് അഖിൽമാർ പറയുന്നുണ്ട് അപ്സര അവിടെ നിൽക്കണം, നിങ്ങളെല്ലാവരും വോട്ടിടണമെന്നാണ് പറയണത്, അല്ലാതെ വോട്ടിടല്ലേ എന്ന് അഖിൽമാർ പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ടോപ്പ് 5-ൻ്റെ അകത്ത് വരെയുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്സര. പക്ഷേ എന്താണെന്ന് അറിയില്ല പോയത്. പക്ഷേ പുള്ളിക്കാരി ഒരു വീഡിയോ കാണിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ആവശ്യമുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. കരച്ചിൽ, സെൻറ്റിമെൻറ്റ്, പിന്നെ എല്ലാം ലവ്, കോമഡി, ഡാൻസ് കാര്യങ്ങൾ. ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർക്ക് ആവശ്യമുള്ളതിൽ കൂടുതലും അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് തോന്നുന്നു അപ്സര. പക്ഷെ അപ്സരയ്ക്ക് എവിടെയാണ് തെറ്റിപ്പോയതോ, തൻ്റെ ചൂടുകൾ എവിടെയാണ് പിഴച്ചു പോയതെന്ന് തനിക്കറിയാൻ പറ്റാത്ത രീതിയിൽ അപ്സര മടങ്ങി പോകുന്നൊരു കാഴ്ചയാണ്. അപ്സര എനിക്ക് തോന്നുന്നു ഇനിയിപ്പം തന്നെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വരും. അപ്പോൾ തന്നെ നമുക്ക് എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കാര്യം ആരും ഇപ്പം പുറത്തിറങ്ങുന്ന വീഡിയോ ഒന്നും പറയില്ല, സംസാരിക്കില്ല. ഇവരെല്ലാവരും നേരെ വീട്ടിൽ പോകും. വീട്ടിൽ പോയതിന് ശേഷം എല്ലാ വീഡിയോ ഇരുന്ന് കാണും. വീഡിയോ എന്നല്ല, ഐ മീൻ ഇവർ അതിൻ്റെ അകത്തുണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ പുറത്ത് സംസാരമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇരുന്ന് കണ്ടതിന് ശേഷം നമുക്കൊരു വീഡിയോ എടുക്കാം. പുള്ളിക്കാരിയുടെ വീഡിയോ ഒക്കെ ഒരുപാട് പുറത്ത് നല്ല ചർച്ചയായിട്ടുള്ളത് അപ്സരയുടേത്. പക്ഷേ അപ്സര ചർച്ചയായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴാണ് അപ്സരയുടെ ഭയങ്കര ചർച്ചയായി. ഇപ്പോൾ ഈ അപ്സരയുടെ ഭർത്താവ് കാണിച്ച വേലയുണ്ടല്ലോ, പുള്ളിക്കാരൻ പറഞ്ഞ് അപ്സര ഔട്ടായി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ നമ്മളെ പറ്റിച്ച്. അപ്പോൾ എന്ത് ചെയ്തു, ജനങ്ങളെ തിരിച്ച് പറ്റിച്ച് ശരി എന്തായാലും ഔട്ടായതല്ലേ, ഇനി ഔട്ടാക്കി വിടാം. അങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. പക്ഷേ നല്ലൊരു ഗെയിമറായിരുന്നു. നല്ലൊരു ഗെയിമറെന്ന് വെച്ചാൽ നല്ലൊരു സ്ട്രോങ് പുള്ളിക്കാരിയായിരുന്നു. കാര്യം ഈ മെൻ്റൽ ഗെയിമായാലും പിന്നെ ഈ തലങ്ങണിയൊക്കെ ചെയ്യുന്നതായാലും അങ്ങനത്തെ ഒരുപാട് ഫിസിക്കൽ ഗെയിമായാലും പിന്നെ പുള്ളിക്കാർക്ക് നല്ല ഓർമ്മശക്തിയും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒരുപാട് ഗെയിം അപ്സര ജയിച്ചിട്ടുണ്ട്. ഒരുപാട് ഗെയിം ഞാൻ ഒരുപാട് പറയുന്നുണ്ട്. കാര്യം ഈ തലങ്ങണിയിലൊക്കെ പുള്ളിക്കാർ ഒരുപാട് തലങ്ങണി തച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, അതിൽ പെട്ടെന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തലയൊക്കെ ഇങ്ങനെ എറി അതിനങ്ങ് പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അതിനുശേഷം ഇപ്പം നമ്മൾ ഒരു 10 നമ്പറുണ്ട്, ആ 10 നമ്പർ കാണാതെ പഠിച്ച് അതിലൊക്കെ ഫസ്റ്റായ പുള്ളിക്കാരി. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് ഗെയിം, ഒരുപാട് ടാസ്ക്, ഒരുപാട് വിന്നിങ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത പുള്ളിക്കാരി എങ്ങനെ ഔട്ടായെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത്, ഈ ആഴ്ച 3 പേര് പോകുന്നു. അതിൽ ഒരാൾ റസ്മിൻ പോയിട്ടുണ്ട്. പിന്നെ അതിൽ രണ്ടാമത്തെ ആളാണ് അപ്സര. ഇനിയും ഒരാളുണ്ട്, അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോഴും ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വോട്ടിങ് സുതാര്യമായും വ്യക്തമായും ഞാൻ എപ്പോഴും കറക്റ്റായിട്ട് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല ഇന്നേ ഒരു വെള്ളമോ പാലോ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റബ്ബർ പാൽ പോലും ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം നമ്മളിപ്പോൾ കള്ളത്തരം കാണിച്ചിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ, അല്ലേ? എനിക്ക് ഇന്നേ വരെ ആരും പൈസയും തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. പിന്നെ എല്ലാവരും കമൻറ്റ് ഇട്ടേക്കണം, കുറേ പേരും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം എത്ര കിട്ടിയെന്ന്. തന്നില്ലേ നിങ്ങളല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചതാ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഇന്ന ആളെ പർട്ടിക്കുലർ മുന്നിലോട്ട് കൊണ്ടുവരണം, ഇയാളെക്കുറിച്ച് കുറച്ചിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞതാ. ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കാം, പൈസ ഒന്നും തന്നതുമില്ല, ചുമ്മാ ഇരുന്ന് പറയല്ലേടെ അളിയാ. സോ ഗൈസ്, ഞാൻ ഇപ്പോഴും പറയുന്നു, കള്ളത്തരം കാണിച്ച് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ കള്ളത്തരം കാണിച്ചാൽ പോലും ജനങ്ങളാണ് വിധിക്കുന്നത്. 3.5 കോടി മലയാളികളാണ് വിധി എഴുതുന്നത്. അല്ല ഞാനെന്നൊരു വ്യക്തിയല്ല, ഈ AR ആകാശ് എന്ന് പറഞ്ഞ ഞാനെന്ന വ്യക്തിയല്ല ഈ ബിഗ് ബോസിൻ്റെ വിധി എഴുതുന്നത്. 3.5 കോടി മലയാളികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് തമിഴ്നാട്ടിൽ നിന്നുള്ള എൻ്റെ ചൊക്കലിങ്ക് എൻ്റെ ഫ്രണ്ടായ അവൻ എനിക്ക് അയച്ചു തരുന്നു, അത് ഞാനായി നിങ്ങൾക്ക് അയച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ യാതൊരു തരത്തിലുള്ള ടീമോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. സോ ഗൈസ്, നമുക്ക് നേരെ അടുത്ത സീരിയൽ നായികയെ എടുത്ത് പോവാം. 6ാം സ്ഥാനമാണ്, 5,87,123 വോട്ട്. ഈ 6ാം സ്ഥാനമായതുകൊണ്ട് യാതൊരു തരത്തിലുള്ളൊരു സേഫ് സോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സേഫ് ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അല്ലാതെ നല്ല സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സേഫ് അല്ല. കാര്യം ഈ ടോപ്പ് 5-ൻ്റെ അകത്ത് പുറത്ത് നിൽക്കുന്ന മിക്കവരും പോകാൻ ചാൻസ് കൂടുതലാണ്. വോട്ടിംഗ് അവസാനിച്ചിട്ടില്ല, വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നിങ്ങളെ വോട്ടിംഗ് അല്ല, ഈ എവിക്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, എവിക്റ്റിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എവിക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ്.
ശ്രീതു എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഒരു കണ്ടൻറ്റും ഇല്ല. ശ്രീതുവിൻ്റെ ഒരു കണ്ടൻറ്റ് നിങ്ങൾ പറഞ്ഞു തന്നാൽ കൊള്ളാം. നിങ്ങൾ ശ്രീതുവിൻ്റെ അവിടെ 1 ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ ശ്രീതുവിൻ്റെ ഒരു വിരലിലെണ്ണാവുന്ന കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയൊരു കണ്ടൻറ്റ് കിങ് മേക്കർ ഒന്നുമല്ല ശ്രീതു. ഞാനിപ്പോഴും പറഞ്ഞു, ശ്രീതുവിന് വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രീതു ഫാനാണെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രീതു എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ശ്രീതുവിൻ്റെ കണ്ടൻറ്റിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് വെച്ചാൽ വലിയ കണ്ടൻറ്റോ ഈ ഫൈറ്റോ അതല്ലെങ്കിൽ ഗെയിമിങ്ങിന് മുന്നിലോ അങ്ങനത്തെ കണ്ടൻ്റ് അല്ല. മീൻസ് പുള്ളിക്കാരിയുടേതായ ഒരു സംസാരിച്ചില്ല. പുള്ളിക്കാരി പകുതി ഭാഗവും മറ്റേ ശരണീരെ കൂടെയാണ് കൂടെ നിന്ന്, പിന്നെ കുറച്ച് ഭാഗം അപ്സരയുടെ കൂടെ നിന്ന്, പിന്നെ ഇപ്പോൾ അർജുൻ്റെ അങ്ങനെ ഇവർ ഓരോ ഷാഡോയായി ഒതുങ്ങി പോകുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത് ശ്രീതുവിൽ. പിന്നെ എനിക്കറിയാമെന്നുള്ള ശ്രീതു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കല്ല ഇപ്പം ബിഗ് ബോസിലറിയുന്ന ശ്രീതു എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അർജുൻ എന്തൊരു കോംബോ ഉള്ളതുകൊണ്ട് മാത്രമേ ഇപ്പോഴും നിലനിന്ന് പോകുന്നു. അല്ലെങ്കിൽ എപ്പോഴേ ഔട്ട് ആവേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കണ്ടൻറ്റോ കാര്യങ്ങളോ അതിൻ്റെ അകത്തൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് പിടിച്ചിരുത്തിയിട്ടും കാര്യമില്ലല്ലോ. ഇല്ലേ, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രീതു ഫാനാണെങ്കിൽ ശ്രീതു കമൻ്റ് ഇടുക. സോ ഗേസ്, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ശ്രീതു വലിയ കണ്ടൻറ്റ് ക്രിയേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ പറ്റും. തമിഴിൽ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും അത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് വീഡിയോയിലൂടെയൊക്കെ അത് നല്ല രീതിയിൽ സ്പ്രെഡായി നല്ല റീച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരി ഇത് യൂസ് ചെയ്യുന്നില്ലെന്നാണ് യഥാർത്ഥത്തിൽ സത്യം. 70 ദിവസമായിട്ടുണ്ട്. അടുത്ത ആഴ്ച മിക്കവാറും വരികയാണെങ്കിൽ പറഞ്ഞു വിടും. യാതൊരു മാറ്റവും ഇല്ല. കാര്യം ഇപ്പം തന്നെ 6ാം സ്ഥാനത്താണ് ശ്രീതു നിൽക്കുന്നത്. സോ ഗൈസ്, നമുക്ക് വേറെ സംസാര കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നേരെ വീഡിയോയിലല്ല നമുക്ക് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്ന് മസ്റ്റായിട്ട് ഇതിനകത്ത് കമൻറ്റ് ഇടണം. എന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിറയണം. ശ്രീതു ആണെങ്കിൽ ശ്രീതു, ജിൻഡു ആണെങ്കിൽ ജിൻഡു, അപ്സര ആണെങ്കിൽ അപ്സര. ഔട്ടായെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഒന്നും കുഴപ്പമില്ല. പിന്നെ ജാസ്മിൻ, പിന്നെ അഭിഷേകുണ്ട്, മുടിയനുണ്ട്. അങ്ങനെ നിങ്ങൾ എല്ലാവരുടെ പേര് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഇടാനാണ്. എല്ലാവരുടെ പേരെന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ട് അവരെല്ലാവരുടെ പേരും തന്നെ നിങ്ങൾക്ക് എഴുതിയിടാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ എഴുതിയിടാവുന്നതാണ്. നമുക്ക് നേരെ ഈ കൂട്ടത്തിലെ 3ാം സ്ഥാനക്കാരൻ്റെ അടുത്തേക്ക് പോകാം. 8 ലക്ഷം, എൻ്റെ പൊന്നെ, അഭിഷേകിനാണ്. അഭിഷേകിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ കണ്ടൻറ്റ് ഒരുപാടല്ല, വന്ന സമയത്ത് തന്നെ ഒരു കണ്ടൻറ്റ് കൊടുത്തത് അത് യെല്ലോ കാർഡിലൂടെ പോയൊരു വ്യക്തിയാണ്. പിന്നെ അഭിഷേക് നല്ലൊരു പ്ലെയറാണ്, ടോപ്പ് 5ൻ്റെ അകത്ത് വരേണ്ടതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിഷേക് സംസാരിക്കാറുണ്ട്. പിന്നെ ഫിസിക്കൽ ഗെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തേക്കുന്നത് ആരാണെന്ന് നോക്കുന്നില്ല, തൊലച്ച് കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് ഇറുക്കി കൊന്നു കളയും. അതാണ് അഭിഷേകിൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അഭിഷേകിൻ്റെ വീട്ടുകാർ വന്നപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നീ ഇനിയും ഇങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വീട്ടിൽ വരാം എന്ന് വീട്ടുകാർ പറയാണ്. അതെനിക്കറിയില്ല വീട്ടുകാർ തന്നെയാണ് എന്ന് പറയുന്നത്. അനിയത്തി അവരോട് പറഞ്ഞത്. അത് ജാസ്മിൻ സായി എടുത്ത് പറയണ കേട്ടായിരുന്നു. കാര്യം അത് ന്യൂസിൽ നമ്മൾ 24 ലൈവിൽ വന്നായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിഷേക് എന്ന വ്യക്തി നല്ലൊരു കണ്ടൻറ്റ് ക്രിയേറ്റർക്ക് കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്, ഗെയിമിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ചെറുതായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട്. ഈ മഞ്ഞ കാർഡ് കിട്ടിയപ്പം ചെറുതായിട്ടൊന്ന് ഡൗണായി. അപ്പോൾ പുള്ളിക്കാരന് ചെറിയ പേടിയുണ്ട്, ഇനി അടുത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കാർഡ് കിട്ടി പോവോ, അങ്ങനെ ഒരു ഉള്ളിൽ ഭയമുള്ളതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പൊട്ടിത്തെറിയൊന്നും ചെയ്യാതെയാണ് ഇപ്പോഴും അഭിഷേക് ഒന്ന് ഒതുങ്ങി ഇത് സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധയോടെയൊക്കെ സംസാരിക്കുന്നത്. കാര്യം ഇപ്പോൾ അഭിഷേക് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റോങ് ആയൊരു കാര്യമാണ്. പക്ഷേ അത് ലാലേട്ടനാരും സംസാരിച്ചിട്ടില്ല. ഈ ബിഗ് ബോസിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരാൾ ആളെ കുറിച്ചിട്ട് പറയാണ്, എന്താ പറയുക, ജാസ്മിൻ്റെ അടുത്ത് പറയാണ്, എന്താ നീ ഇവൻ്റെ അടുത്തൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണോ, നീ ഗബ്രിയുടെ അടുത്ത് നീ പറഞ്ഞതൊക്കെ ന്യായമാണോ, നീ എല്ലാം പറഞ്ഞതൊക്കെ ശരിയാണോ. ഈ ആളെക്കുറിച്ച് നമ്മൾ ട്രിഗർ ചെയ്യുമ്പം ഒന്നെങ്കിൽ ഇത് അഭിഷേകിൻ്റെ ഗെയിം ആവാം. അങ്ങനെയാണ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുവേണം ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പം എല്ലാവരും പറയുന്നത് വെച്ചാൽ അഭിഷേക് അത് പറഞ്ഞെന്നേ. അപ്പോൾ ഞാൻ പറയട്ടെ, ജിൻഡോ എന്ന വ്യക്തി ഈ ഗബ്രി മണിയും പൊയ്യൻ്റെ പിറ്റേ ദിവസം ജാസ്മിൻ്റെ അടുത്ത് പറയാണ്, നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഗബ്രി പോയത്, ഇല്ലെങ്കിൽ അവൻ ടോപ്പ് 5ൽ വരെയുള്ള ആളെന്ന് പറയുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ആരും വിമർശിക്കുന്നില്ല. അഭിഷേക് പറയുമ്പോൾ എല്ലാവരും വിമർശിക്കണം. അതെന്തടേ ഈ ഗബ്രി എന്ന് വെച്ചാൽ ജാസ്മിനെ തകർക്കണേൻ്റെയും കാട്ടി തകർക്കണ രീതിയിലാണ് ജിൻഡോ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഗബ്രി പോയിൻ്റെ പിറ്റേ ദിവസമാണ് ജിൻഡോ പറയാണ്, നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഗബ്രി ഈ വീട്ടിൽ നിന്ന് പോയത്. അത് അപ്പോൾ ആരും സംസാരിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അഭിഷേക് ഈ മെനിഞ്ഞാന്നത്തെ ടാസ്കിൽ പറയാണ്, നീ ഗബ്രിയുടെ അടുത്ത് പറയുന്നതൊക്കെ ശരിയാണോ എന്ന് പറയുമ്പോൾ അത് വിമർശനങ്ങളാവുകയാണ്. ഇതെന്താണ്, നിങ്ങൾ എല്ലാവരും വിമർശിക്കണം. ഇപ്പോൾ ജിൻഡോ പറഞ്ഞതും അഭിഷേക് പറഞ്ഞതിൽ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. രണ്ടുപേരും പറയുന്നത് സെയിം കാര്യമാണ്, സെയിം ആളാണ് പറഞ്ഞത്. അപ്പം ജിൻഡോ പറഞ്ഞപ്പോൾ അയ്യോ നന്മമരം, അഭിഷേക് പറയുമ്പോൾ ക്രൂവൽ. അങ്ങനെയാണ് ഞാൻ എല്ലാവരെ കുറിച്ചും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ എനിക്കൊരാളെ ഫേവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അഭിഷേക് നല്ലൊരു ഗെയിമറാണ്.
അഭിഷേകിന് ഇനിയും മുന്നോട്ട് വരാൻ പറ്റും. പക്ഷേ ഒരു മഞ്ഞ കാർഡ് കിട്ടിയതുകൊണ്ട് അടുത്തൊരു മഞ്ഞ കാർഡ് കിട്ടില്ല. അതാണ് പ്രശ്നം അഭിഷേകിന്. കാര്യം നേരെ അടുത്ത് റെഡ് കാർഡായിരിക്കും. അതുകൊണ്ട് അഭിഷേകിന് സൂക്ഷിച്ച് കളിക്കാനേ പറ്റുള്ളൂ. കാര്യം വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു ഷോയിൽ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. കാര്യം റെഡ് കാർഡ് കിട്ടും, പുറത്ത് പോവാം. സോ ഗൈസ്, എന്തായാലും ഒരു കാർഡ് കിട്ടിയപ്പോൾ പിന്നെ അത് ടെൻഷനാണ്. പിന്നെ അടുത്ത് എന്ത് കിട്ടും, അല്ലെങ്കിൽ ഒരു വാണിംഗ് കിട്ടിയാണ് പിന്നെ വാണിംഗ് കൊടുക്കില്ല. ഓൾമോസ്റ്റ് എലിമിനേഷൻ ആക്കിയിടും, പുറത്താക്കും. ഡയറക്റ്റ് എലിമിനേഷൻ ആയിരിക്കും. കാര്യം ഇതൊക്കെ പുതിയൊരു ഇതാണ്. കാര്യം എന്ന് വെച്ചാൽ മുമ്പൊന്നും അങ്ങനെയല്ല. പക്ഷേ ഇവരൊക്കെ അത്രത്തോളം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ടാണ്. സോ ഗൈസ്, നമുക്ക് അടുത്ത ഒരാളിലേക്ക് പോവാം. അൻസിബയാണ്. അൻസിബയുടെ ഒരു കാര്യം ഞാൻ പറയാം. അൻസിബ പറയണം, ജാസ്മിൻ നന്മമരം കളിക്കാനാണ് ഈ ടിക്കറ്റ് ഫിനയിലെ കാർഡ് വിട്ടുകൊടുത്തതെന്ന്. അങ്ങനെ അൻസിബ പറയാണ്. അങ്ങനെയാണെങ്കിൽ ഈ എവിക്ഷനിൽ അൻസിബ വരില്ലായിരുന്നു. അൻസിബ നോറയും തമ്മിലൊരു സംഭാഷണമുണ്ട്. അപ്പോൾ നോറ പറയാണ്, അൻസിബ താത്ത ഒന്നും കളിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം പറഞ്ഞിട്ട് അൻസിബ എന്ന വ്യക്തി എതിർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ അൻസിബ എന്ന വ്യക്തി പോയിട്ടില്ല. അൻസിബ പറയണമെന്ന് വെച്ചാൽ നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പോവാം എന്ന് പറഞ്ഞു പോകുമ്പം അൻസിബയുടെ മനസ്സിലും പുറത്ത് നല്ല രീതിയിൽ എനിക്ക് വോട്ടിങ് മറിയും. കാര്യം അൻസിബ തന്നെ ഇന്നലെ പറഞ്ഞാണ്, ചില സമയത്ത് നമ്മൾ മിണ്ടിയില്ലെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ ഒഴിഞ്ഞു മാറിക്കൊടുത്താലും അതവിടെ വോട്ടായി മാറും ജാസ്മിന്. അപ്പോൾ അതേ ഒരു പാറ്റേൺ അല്ലേ അൻസിബ പിടിച്ചിരിക്കുന്നത്. ഇന്നലെ ഇത് ആരും മിണ്ടിയില്ല. അവിടെ ആരെങ്കിലും ഒരാൾ എണീച്ച് പറഞ്ഞെങ്കിൽ അൻസിബയെ വാളഞ്ഞാൽ. ഇന്നലെ ഒറ്റ മനുഷ്യനെ എണീച്ച് പറഞ്ഞില്ല. കാര്യം അതാരും ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം, അതാണ് ഗെയിം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ പറഞ്ഞതൊക്കെ പക്ക പോയിൻ്റ് വെച്ചാൽ പക്ക പോയിൻ്റ്. പുള്ളിക്കാർ പല സ്ഥലത്തിരുന്നും പല ക്യാമറയും നോക്കി അകത്തും പുറത്തുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കറക്റ്റ് ഗെയിമാണ്. പക്ഷേ പുള്ളിക്കാരി ഒരാളോട് പറയില്ല, അതാ പ്രശ്നം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മുഖത്തൊക്കെ പറഞ്ഞു. ഈ പുള്ളിക്കാരി അങ്ങനെ, പുള്ളിക്കാരി അകത്തിരുന്നിട്ട് മുടിയൻ്റെ അടുത്ത് പറയും. പക്ഷേ അത് പറയണതൊക്കെ കറക്റ്റ് 100% പോയിൻ്റാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ എന്ന വ്യക്തി, ഈ നോറയെ തകർക്കാൻ ആരുമില്ല. കാര്യം എന്ത് പറഞ്ഞാലും പുള്ളിക്കാരി തിരിച്ച് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന നോറ എന്ന വ്യക്തിയെ 3 വാക്കിലൂടെ തകർത്ത് കളഞ്ഞ് അൻസിബ. കാര്യം അത്രത്തോളം ഒബ്സർവ് ചെയ്ത് ഒരാളെ എങ്ങനെ തകർക്കാം, എവിടെ അടിച്ചാൽ വീഴും എന്ന് അൻസിബയ്ക്ക് അറിയാം. പക്ഷേ അൻസിബ അത് പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ അടിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് തകർന്ന് നിൽക്കണമെങ്കിൽ ഇന്ന് പിടിച്ചോ എന്ന് പറഞ്ഞ് അടിച്ചിട്ട് കൊടുക്കും, പിന്നെ മിണ്ടില്ല. അതാണ് അൻസിബ. കാര്യം അൻസിബ അകത്തുനിന്ന് പറഞ്ഞതൊക്കെ കറക്റ്റ് പോയിൻ്റാണ്. അത് ക്യാമറയിൽ വിഷ്വലായിട്ട് പുറത്തോട്ട് പോകണം, എല്ലാം പക്ക സാധനങ്ങളാണ്. പക്ഷേ അൻസിബ ആരെ മുഖത്ത് നോക്കി അതങ്ങനെ പറയാനോ ഒന്നും തന്നെ നിൽക്കുകയൊന്നുമില്ല. പക്ഷെ അങ്ങനെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ടോപ്പ് 5ൻ്റെ അകത്ത് വന്നിട്ട് കപ്പ് വരെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. കാര്യം അങ്ങനെ പറയില്ല. കാര്യം പുള്ളിക്കാരി അങ്ങനെ പറയുമ്പോൾ പുള്ളിക്കാർക്ക് അറിയാം ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യും. ഇപ്പം ജാസ്മിന് പറയണമെങ്കിൽ ജാസ്മിൻ തിരിച്ച് പറയും. ഇതങ്ങനെ പറയാനോ അല്ലെങ്കിൽ അയാളെന്ന് കേൾക്കാനോ ആഗ്രഹിക്കില്ല. ഈ സംഭാഷണം എല്ലാം നേരെ അവിടെ കട്ടിൽ പോയിരിക്കും, മുടി അവിടെ വന്നിരിക്കും, അഭിഷേകം വന്നിരിക്കും, സംസാരം തുടങ്ങും. കറക്റ്റ് പോയിൻ്റ് ഔട്ടായിട്ട് അൻസിബ പറയും. അവന്മാരെല്ലാം പറയും അതെ. സോ ഗൈസ്, ഇനി ഒരാൾ പോകാനുണ്ട്. ആ ആൾ പോകുന്നെങ്കിൽ അത് അൻസിബയാണ്. ഇന്നൊരാൾ പോകുന്നുണ്ട്. കാര്യം ഏറ്റവും വോട്ട് കുറവ് അൻസിബയ്ക്കാണ്. കാര്യം ഈ അൻസിബയുടെ മുകളിലായിരുന്നു അപ്സര പോയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്സരയുടെ താഴെ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല, അൻസിബയാണ്. അപ്പോൾ ഈ ആഴ്ച ഇന്നൊരു എവിക്ഷനോടുണ്ട്. അപ്പോൾ പോകുന്നത് വേറെ ആരുമില്ല, അൻസിബയായിരിക്കും. അതല്ല അൻസിബയെ ഹൈഡ് ചെയ്തിട്ട് ഇനി ഒരാളെ പറഞ്ഞു വിടുമെന്ന് വെച്ചാൽ അങ്ങനെയില്ല, അൻസിബ തന്നെയാണ് പോകുന്നത്. അൻസിബ അല്ലെങ്കിൽ ശ്രീതു, ഇവ രണ്ടുപേരിൽ ഒരാൾ ഇന്നത്തെ ഒരു ദിവസം പോകുന്നതായിരിക്കും. നമുക്ക് കണ്ടു തന്നെ അറിയാം ആര് പോകും. സോ ഗൈസ്, നമുക്ക് എന്തായാലും അടുത്ത ആളിലേക്ക് പോവാം. ഞാൻ ഇത്രയും പറയണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു വോട്ടിടുമ്പോൾ ശ്രദ്ധിക്കണം. സോ ഗൈസ്, അടുത്ത് ഈ ആഴ്ച തന്നെ എവിക്റ്റഡ് ആയ ഒരാളാണ് റസ്മിൻ. 9ാം സ്ഥാനമാണ്. 3,86,123 റസ്മിൻ എൻ്റെ അത് ഗെയിം കളിച്ചിട്ടില്ല. പുള്ളിക്കാരി ഇൻ്റർവ്യൂ ആരെങ്കിലുമൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല. പുള്ളിക്കാരി ഇൻ്റർവ്യൂ കാണാൻ ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാര്യം നമുക്കറിയാൻ പറ്റില്ല അതിൻ്റെ അകത്ത് എന്ത് ഗെയിം കളിച്ചെന്ന്. പിന്നെ പുറത്തിറങ്ങിയിട്ട് കരഞ്ഞ് വീഴിയിട്ടൊന്നും കാര്യമില്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യണം. പുറത്തിറങ്ങിയിട്ട് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ഞാൻ ചിലവർക്ക് മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ചിലവർ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ ചിലവർക്ക് വേണ്ടി തണലായിട്ടുണ്ട്, ഞാൻ ചിലർക്ക് വേണ്ടി കാറ്റ് കൊടുത്ത് അങ്ങനെ ഞാൻ ചിലവരെ ആശ്വസിപ്പിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൻ്റെ അകത്ത് ഗെയിം കളിച്ചോ ഓക്കെ, പുറത്തിറങ്ങിയിട്ട് പിന്നെ കിടന്ന് കരഞ്ഞ് വിട്ടിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ കുറേ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നും കണ്ടേന്നില്ല. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചെന്ന്, ബ്രോ ഇതൊന്ന് നോക്കുമോ, ചിരിക്കാനുണ്ട്, കുറേ റിയാക്റ്റീവ്. ഞാൻ പറഞ്ഞു സോറി ബ്രോ, എനിക്കൊന്ന് കാണാൻ വയ്യെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. സോറി ബ്രോ, ഞാൻ ഞാൻ എന്തോ പറഞ്ഞു, ഞാൻ പറഞ്ഞു പിന്നെ കാണാട്ടെ അങ്ങനെ എന്തോ പറഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരകത്ത് ചെയ്ത് എന്താണെന്ന് നമുക്കറിയാം. പിന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മളെന്തിനു കാണാൻ പോകുന്നത്? പുള്ളിക്കാരി എന്തോ കുഴിമതി കഴിക്കണം, അങ്ങനെ എന്തിനാണ് ഓടിപ്പോയെന്നൊക്കെ പറയുന്നത് കേട്ടെ. പിന്നെ നമ്മളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ ആഴ്ച ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തപ്പോഴേ പറഞ്ഞു, ഈ ആഴ്ച 3 പേര് പോകുന്നു. കാര്യം ദിവസങ്ങൾ കഴിയുന്നതോറും ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നാണ് ബിഗ് ബോസിൻ്റെ നിയമം. അങ്ങനെ ഒരാൾ പോയിട്ടുണ്ട്.
റസ്മിനാണ് ആദ്യം പോയത്, പിന്നെ അപ്സര പോയിട്ടുണ്ട്, ഇന്നൊരാളും കൂടെ പോകും. ഇന്നൊരാളും കൂടെ പോകുമ്പോഴത്തേക്കും ശുഭം, ശുഭകരം, ശാന്തം. സോ ഗൈസ്, അപ്പോൾ ഈ കൂട്ടത്തിൽ കൊമ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അരിക്കൊമ്പൻ, വാടാ അരിക്കൊമ്പാ. ഇന്നലെ ജിൻഡോ ഗെയിം ഉണ്ടായിരുന്നു. ജിൻഡോയുടെ ഗെയിമിൽ ജിൻഡോയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. പുള്ളിക്കാരൻ പറയാണ് പുള്ളിക്കാരൻ്റെ കണ്ണാടിയുടെ പ്രശ്നമാണെന്ന്. പക്ഷേ അതിന് മുന്നേ 2-3 ഗെയിമൊക്കെ സൂപ്പറായിട്ട് ചെയ്തായിരുന്നു. പിന്നെ കാണാൻ പറ്റാതായപ്പോൾ അത് ഗെയിമെന്ന് കണ്ണാടിയിലെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒന്നെങ്കിൽ അത് ജിൻഡോയുടെ ഗെയിമായിരിക്കാം. എന്താ അത് ചിലപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അയ്യോ ജിൻഡോയ്ക്ക് കണ്ണും കണ്ടുകൂടാ, അയ്യോ പാവം തന്നെയല്ലോ, അയ്യോ അയ്യോ എന്ന് പറയും. നമ്മൾ ഒരു സിമ്പതി പേരിൽ നമുക്ക് വോട്ട് വീഴാം. അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് സിമ്പതിയുടെ പേരിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റേ പട്ടിയിലേത് കറക്റ്റായിട്ട് പറഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ ഒരു കോഴിയുടേത് കറക്റ്റായിട്ട് പറഞ്ഞ്, മറ്റേതിൻ്റെയൊക്കെ എല്ലാവരും ചോദിക്കുന്നുമുണ്ട്. സോ ഗൈസ്, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഗെയിമാണ്, എല്ലാം ഗെയിമാണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം ജിൻഡോ എന്ന വ്യക്തിയുടെ മാരകമായ കുറുക്കം ബുദ്ധികൾ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജിൻഡോ എന്ന വ്യക്തി ടോപ്പ് 5 അകത്ത് തന്നെ വരേണ്ട ആളാണ്. പക്ഷേ 3 ആഴ്ചയായിട്ട് ജിൻഡോയുടെ ഒരു കണ്ടൻറ്റും പുറത്തു വരുന്നില്ല. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഒരു ആക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റം. ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാര്യം എല്ലായിടത്തും വരും, പിന്നെ യാതൊരു തരത്തിലുള്ള ആക്റ്റീവ് കാര്യങ്ങളൊന്നുമില്ല. ജിൻഡോ ലാസ്റ്റ് പൊട്ടിത്തെറിച്ചത് നീ കാരണമാണ്, ജാസ്മിൻ കാരണമാണ് ഗബ്രി പോയതെന്ന് പറയുന്നുണ്ട്. അതൊരു പൊട്ടിത്തെറി. പിന്നെ ജിൻഡോയുടെ ലാസ്റ്റ് പൊട്ടിത്തെറി അതേതാ, അതൊരു നല്ലൊരു പൊട്ടിത്തെറിയായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ജിൻഡോയുടെ അടുത്ത് ലാസ്റ്റായിട്ട് കയറി എതിർത്തത് സിജോ ആയിരുന്നു. സിജോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചീഞ്ഞ അഴിഞ്ഞ തരം താഴ്ന്ന കണ്ടൻറ്റ് കൊണ്ട് കളിക്കുന്ന ഒരു വ്യക്തി സിജോ പറഞ്ഞു ജിൻഡോയെ. അതായിരുന്നു ജിൻഡോയ്ക്ക് നേരെ അടിച്ചൊരു ആയുധം. പക്ഷേ അതിനുശേഷം ജിൻഡോ അതിനെ എതിർത്തോ സംസാരിക്കണമെന്ന് പോയില്ല. ടിക്കറ്റ് ഫിനാലയിൽ തന്നെ ടോപ്പ് 1 ടോപ്പ് 2 അതിലൊക്കെ ഉണ്ടെന്ന് അതിലാണ് സത്യം പറഞ്ഞാൽ ജിൻഡോ ഒന്ന് അടിച്ചത്. അതിനുശേഷം ജിൻഡോ ഒന്നും ഉണ്ടാകാനൊന്നും പോയില്ല. ഇന്നലെ ജിൻഡോ മാനസികമായിട്ട് തളർന്ന് കരയുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. കാര്യം ജിൻഡോ പറയുകയാണ് അയ്യോ ലാലേട്ടാ അങ്ങനെയാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്നലെ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞതേ ഈ കഴിഞ്ഞ കാര്യമൊക്കെ ഇവിടെയാണ് പുള്ളിക്കാരെ, അതും കഴിഞ്ഞ കാര്യമാണ് പറയണത്. ജാസ്മിൻ ജയിലിലിട്ട് ചവിട്ടിയെന്ന്. ഇതാണ് പ്രശ്നം. ഇവന്മാർ പഴഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മനസ്സിൽ അഴുക്കായി കൂടുതൽ. അത് മനസ്സിലാക്കിയിട്ട് പുതിയ ലോകത്തേക്ക് പോവുക. ഇന്ന് ജീവിക്കുക, ഇന്നലെകളെ ജീവിക്കുക. അതെന്ന് ഞാൻ പറയുന്നു. ഞാനിപ്പോഴും പറയുന്നു, നല്ലൊരു ഇപ്പം സിജോ പറയുന്ന പോലെ ഭയങ്കര അഴിഞ്ഞ് ചീഞ്ഞ കണ്ടൻറ്റൊന്നുമല്ല കൊണ്ടുവന്നത്. ഈ സിജു എന്ന് പറയുന്ന വ്യക്തി വലിയ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നുമില്ല. അത് ഒന്നാമത്തെ കാര്യം. എന്ത് കണ്ടൻറ്റാണ് സിജോ കൊടുക്കുന്നത്? എനിക്കറിഞ്ഞൂടെ സിജോ കൊടുത്ത കണ്ടൻറ്റ് എന്തിനാണെന്ന്. സിജോ ലാസ്റ്റ് നോറടുത്ത് കയറി ഉടക്കി മാത്രമേ ഉണ്ട്. അല്ല എന്താ അതിനുപരി 1-ാം ദിവസം തൊട്ട് ഈ ചായ കൊള്ളില്ല എന്ന് പറഞ്ഞു വിട്ട് തന്നെ പ്രേക്ഷകരെ മനസ്സിലേക്ക് ഇടം പിടിച്ചൊരു വ്യക്തിയാണ് ജിൻഡോ. ഈ ചായ കൊള്ളില്ല, നല്ല ചായ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ജിൻഡോ എന്ന വ്യക്തി അവിടെ തന്നെ തൻ്റെ വ്യക്തിമായ മുദ്ര പതിപ്പിച്ച് തുടങ്ങി. അവിടെ തൊട്ട് 70 ദിവസം വരെ പല രീതിയിലുള്ള കണ്ടൻറ്റും കൊടുത്താണ് പോകുന്നത്. തരം താഴ്ന്നതും കൊടുത്ത്, തരം പൊക്കിയതും കൊടുത്ത്, ഹൈലൈറ്റ് കണ്ടൻറ്റ് കൊടുത്ത്, അല്ലാത്തത് എല്ലാം സെൻറ്റിമെൻറ്റലും ഇമോഷണലും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരുടെ കണ്ടൻറ്റ് അത്രത്തോളം ഭയങ്കര രീതിയിലുള്ള വയലേഷൻ അടിച്ചുകൊണ്ട് വരെ പുള്ളിക്കാരൻ ബിഗ് ബോസിലെ വാണിംഗ് കൊടുത്ത കണ്ടൻറ്റ് വരെ ഉണ്ട്. അപ്പോൾ അത്രത്തോളം കണ്ടൻറ്റ് കൊടുത്തൊരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ തന്നെയാണ്. ജിൻഡോ തന്നെ ഡിസർവിങ് ആണ്. ജിൻഡോ ടോപ്പ് 5 അകത്ത് വരെയുള്ള ആളാണ്. സോ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ജിൻഡോയ്ക്കാണ് വോട്ടിട്ടെങ്കിൽ ജിൻഡോ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കാണ് നിങ്ങൾ വോട്ടെടുത്ത് അവരെല്ലാവരുടെ പേരും കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, നെക്സ്റ്റ് കൊടുക്കണവരേക്കും ബൈ ബൈ. എയർ ഗൈസ് സൈനിങ് ഔട്ട്. Zoo.